Ankle rotation. Left leg. Ready? Start. എല്ലാവരും മുന്നോട്ട് നോക്കണ്ട, താഴോട്ട് നോക്കരുത്. Reverse. Opposite. Next. Knee rotation. Left side. Ready, start. 1, 2, 3, 4. Rotation. Left side. Ready, start. 1, 2, 3. Head rotation. Ready, start. 1, 2, 3. Up and down, start. 1, 2. Breathing and stretching. Breathe താഴെടുത്തു. പുഷ് ഇതാണ്. രണ്ട് മസിലുകളും ചെവിമ ടച്ച് ചെയ്തിരിക്കണം കേട്ടോ. ചെവിമ ടച്ച് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. അതിൻ്റെ ബോഡി ആ സമയത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. പുഷൻ കറക്റ്റ് ചെയ്യുക. എല്ലാവരും കാലടുപ്പിച്ച് വെക്കുക. റെഡി, സ്റ്റാർട്ട്. 1, 2, 3. Ready, start. 1, 2. Finger lock. Ready, start. 1. Ready, start. 1. Wrapping over it. 1. Up. 2. Up. Up. Interlock back. Start. 1. Up. Start. 1. Up. Sit up. Ready, start. 1. Up. 2. Up. 5. Up. 9. 10. കൈകൾ 4 എന്ത് ചെയ്യുക? 4 വിരലുകളും കൈവെള്ളയിൽ ടച്ച് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. 5ാമത്തെ വിരല് തമ്പ് തള്ളവിരൽ എന്ത് ചെയ്യുക? ആ 4 വിരലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും? ഈ 4 വിരലും തീർച്ചയായിട്ടും ഉള്ളിൽ ടച്ച് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. ഓരോ സമയം എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ. toe jump. 125 time. Ready? Start. Right down. Right down. Meditation ആണ്. 60 to 1 റിവേഴ്സ് കൗണ്ട്. ഇപ്പം ഇത്രയും നമ്മൾ ചെയ്ത എക്സസൈസ് ഒക്കെ തന്നെ നമ്മൾ ബാഹ്യമായിട്ടുള്ള അവയവങ്ങളെ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ ടെസ്റ്റ് ആണ്. നമ്മൾ ശ്രദ്ധ 100% നമ്മൾ ചെയ്യുന്ന കൗണ്ടിങ്ങിൽ മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വേറൊരു ആക്ഷനും ഇല്ല. നിങ്ങൾ കൗണ്ടിങ് നിങ്ങൾ ചെയ്യുക. കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് കണ്ണിൻ്റെ മുന്നിൽ കാണാൻ ശ്രമിക്കുക. ആ നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യുക. റെഡി, സ്റ്റാർട്ട്.
Ready, start. 1. Second. കണ്ണിന്റെ മുകളിൽ ചൂട് കൊടുത്താൽ പാടി മുകളിൽ താഴത്ത് മൂക്കിന് 2 വശവും നന്നായിട്ട് പ്രത്യേകിച്ച് മുകളിലോട്ട് മസാജ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 17 18 19 20 21 22 19 40 1 2 3 4 5 ഈ പഞ്ചായത്ത് സ്റ്റേഡിയത്തില് ഈ പരിപാടി തുടങ്ങിയത് ഒരു സെപ്റ്റംബർ 9-നായിരുന്നു. ഇവിടെ ഒരുപാട് കാലമായി ഒരു സ്റ്റേഡിയം കുറച്ച് ഫുട്ബോൾ കളിക്കാരെ ഒരു പരിപാടി മാത്രമല്ല, ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുത്താനും പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഒരാഴ്ച കൊണ്ട് അനുമതി വാങ്ങി ഈ സംരംഭം ഇവിടെ തുടങ്ങിയത്. സാറ് കഴിഞ്ഞ 4 ദിവസം മുന്നേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ഞായറാഴ്ച ഒഴിവുണ്ട്, നിങ്ങളൊന്ന് കാണണം എന്നുണ്ട് എന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അൽഹംദുലില്ലാ ഇത് ഒരു അബ്ദുറഹ്മാൻ നഗർ നിങ്ങൾക്ക് അറിയാം, ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ എല്ലാ ചിന്താഗതികളും വ്യത്യസ്തമാണെന്നുണ്ടെങ്കിലും ഈ ഗ്രൗണ്ടിൽ കണ്ടെത്തിയാല് ഞങ്ങള് ഒറ്റക്കെട്ടാണ്. പക്ഷെ ഇതിന് നേതൃത്വം കൊടുത്ത സലാഹുദ്ദീൻ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും നമ്മൾക്ക് മതി വരൂല. 80 വയസ്സായ കാക്കമാരടക്കം ഇവിടെ ഉണ്ട്. അവരവരോ അനുഭവം പറഞ്ഞിട്ട് അവർക്ക് പരസഹായത്തിന്റെ ആവശ്യമില്ല എന്നില്ല. ഏതായാലും പഠിച്ചോണ്ട് നിലനിർത്തി തരട്ടെ. ഈ ചരിത്രം വൈമാറും ചിലർ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ആരോഗ്യ ചരിത്രത്തിന് ഒരു വഴിമാറ്റം ഉണ്ടാക്കിയ ഒരു മുത്താണ് ഏതായാലും നമ്മളെ സലാഹുദ്ദീൻ സാർ. നമ്മളൊക്കെ അത് ഏറ്റുപിടിച്ച് അതിന്റെ പ്രചരണം നടത്തി ഇതിനെ വിജയിപ്പിക്കുക. മലപ്പുറം ജില്ല നമ്മൾ പണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നിലായിരുന്നു. 100ഓളം സ്കൂളുകൾ 0% റിസൾട്ട് SSLCക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഇന്ന് മലപ്പുറം മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് മാറി വിദ്യാഭ്യാസ രംഗത്ത് അത്രയും വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കി. ഇനി നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. കാരണം നമ്മുടെ പൈസ ഒക്കെ എറണാകുളത്തും കോഴിക്കോട്ടൊക്കെ ആശുപത്രിക്കാർ കൊണ്ടേ കൊടുക്കുകയാണ്. ഇപ്പൊ സാഹിബ് പറഞ്ഞ പോലെ 35 കൊല്ലം 40 പ്രവാസികളായി നയിച്ചിട്ട് ഈ കണ്ട ഓടിട്ട വീടൊക്കെ കോൺക്രീറ്റ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയൊക്കെ ആള് വന്നിട്ട് അതിന് പിന്നെ ആശുപത്രി രോഗത്തിനും കൊടുക്കുകയാണ്. പിന്നെ അതിനൊരു തലല്ലല്ലോ, ഉണ്ടോ? ഇല്ല. മാത്രമല്ല നമ്മുടെ സമൂഹമൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ യുവജനങ്ങൾ ഇങ്ങനെ ആരോഗ്യവാന്മാരായിട്ട് ഊർജ്ജസ്വലന്മാരായിട്ട് നടന്നണമെങ്കിൽ ഇന്നൊക്കെ പോലെ ഉറങ്ങുകയാണ്. കുട്ടികളൊക്കെ ഒന്ന് തട്ടി ഉണ്ടെന്നെ കൈത്തണ്ടക്ക് വരാൻ വേണ്ടി വരും. ആ കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഇതേപോലെ ആരോഗ്യം ഉണ്ടാക്കുക, രാവിലെ പ്രഭാത വ്യായാമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് സംഘടിതമായിട്ട് ഇങ്ങനെ വ്യായാമം ചെയ്യുക, ശരീരത്തിലേക്കുള്ള ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കുക, സ്നേഹം ഉണ്ടാക്കുക, പരസ്പരം കൂടിച്ചേരുക. ഒരുപാട് കാലത്തിന് ശേഷം നമുക്കൊക്കെ ഈ പ്രായത്തിൽ ഒരു ക്ലബിൽ പോയി ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പോയി കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനൊക്കെ പരിമിതികളുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും ഒരുപാട് വൈജാത്യങ്ങളുണ്ട്. അപ്പൊ അതിനിടയിലൊക്കെ നമ്മളെ ഒരുമിപ്പിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായ ഐക്യം, മാനവ ഐക്യം ഉണ്ടാക്കുക എന്നതും വലിയൊരു ദൗത്യമാണ്. അപ്പൊ അതൊക്കെ ഏറ്റെടുത്ത് നമ്മൾ പറയുന്നതിനപ്പുറമുള്ള മാനം ഉണ്ടാക്കിയിട്ട് ഈ രംഗത്തേക്ക് നമ്മളൊക്കെ കൊണ്ടുവന്ന അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഒരു വലിയ കയ്യടിയോടുകൂടി നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ഹെൽത്ത് ക്ലബ്ബ്, എന്താണ് മെക്സവൻ? ഇല്ല, മെക്സവൻ ഹെൽത്ത് ക്ലബ്ബാണ്. കാരണം പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്താ, കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മറ്റേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. ആർക്കും ഇതിലൊരു മത്സരമില്ല. ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള മത്സരമാണ്. അത് ആരോഗ്യകരമായ മത്സരമാണ്. അതിന് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ട് ഇതൊരു ദൗത്യമായി ഏറ്റെടുത്ത് വിജയിപ്പിക്കുക. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ, നമ്മുടെ വൈസ് ക്യാപ്റ്റൻ, അതേപോലെ നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ബാവ ഉൾപ്പെടെയുള്ള കോർഡിനേറ്റർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മളെല്ലാവരെയും യൂണിറ്റിന് വേണ്ടി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് ക്യാപ്റ്റന്റെ ഒരു തിയറി ക്ലാസ് കൂടിയാണ്. അതിനുവേണ്ടി കൂടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനുവേണ്ടി അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇപ്പോൾ നിങ്ങൾ ചെയ്ത എക്സസൈസിന്റെ പേര് യോഗ എക്സസൈസ് എന്നാണ് നമ്മൾ പേര് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പേര് വിവിധ വ്യായാമങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യായാമ മുറയാണ്. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ മെക് 7 എന്നാണ് പറയുന്നത്. 7 മീൻസ് ഇതിനകത്ത് 7 കണ്ടന്റ് ഉണ്ട്. 7 കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എയറോബിക്സ് എക്സസൈസ് വരുന്നുണ്ട്, സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട്, യോഗ എക്സസൈസ് വരുന്നുണ്ട്, ഡീപ് ബ്രീത്തിങ് ശ്വാസം എടുക്കുന്നില്ലേ, ഡീപ് ബ്രീത്തിങ് വരുന്നുണ്ട്, അക്യൂപ്രഷർ വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നുണ്ട്, ആൻഡ് ഫേസ് മസാജ്. അങ്ങനെ 7 സെക്ഷനിൽ കൂടി 21 എക്സസൈസ് നമ്മൾ ചെയ്യുന്നു. 21 എക്സസൈസ് നമ്മൾ എടുക്കുന്ന സമയം 15 മുതൽ 20 മിനിറ്റ് വരെ ലീഡേഴ്സിന് എടുക്കേണ്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 1750 പരം ബോഡി മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഈ 15-20 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു റോൾ ബാക്ക്, ഫ്ലാഷ് ബാക്ക് എന്ന് പറയും അല്ലേ, ഫ്ലാഷ് ബാക്ക് കേൾക്കാൻ പക്ഷെ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്. അതെങ്ങനെ ഉണ്ടായി, എങ്ങനെ ജന്മം കൊണ്ടുവന്നുണ്ട്. 2010 ഞാൻ എന്റെ സർവീസ് കഴിഞ്ഞ് വോളണ്ടറി റിട്ടയർമെന്റ് നാട്ടു വന്നതിന് ശേഷം 2010 ജനുവരിയിൽ ഞാൻ എന്റെ പ്രഭാത വ്യായാമങ്ങളും എക്സസൈസുകളും ഫുട്ബോളും ഒക്കെ ചെയ്യുന്ന ഞാൻ എന്റെ ഗ്രൗണ്ട് ഉണ്ട്, തുറക്കൽ ഗവൺമെന്റ് LP സ്കൂൾ. ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് 2010 ജനുവരി തന്നെ എന്റെ നാട്ടുകാർക്ക് വേണ്ടി പരമ്പരാഗത യോഗ സ്റ്റാർട്ട് ചെയ്തു. പരമ്പരാഗത യോഗ മീൻസ് നിങ്ങൾക്കറിയാം, ഷീറ്റ് വിരിച്ചിട്ട് ചെയ്യുന്ന യോഗ. അപ്പൊ അതിനകത്ത് എന്റെ നാട്ടുകാരായ ഒരു 10-25-30 ആളുകൾ വന്നുകൊണ്ടിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രൗണ്ടിലാണ്, ഓപ്പൺ ഗ്രൗണ്ടാണ്, മഴ പെയ്യുമ്പോൾ ഡിസ്കണ്ടിന്യൂ ആയി. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം ആ സിസ്റ്റം പരമ്പരാഗത യോഗ ഷീറ്റ് വിരിച്ചിട്ടുള്ള യോഗ നടന്നുകൊണ്ടിരുന്നു. 2012 ജൂലൈയിൽ ഞാൻ ഈ ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന, ഏത് പ്രായക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു മോഡൽ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു സിസ്റ്റം ഞാൻ മൊഡ്യൂൾ ചെയ്യുന്നത്. 60, 70, 80 ആവട്ടെ, പഠിച്ചോ നിങ്ങൾക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ 80, 90 നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പരസായമില്ലാതെ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ഇൻബിൽറ്റ് സ്ട്രെങ്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ്. അത് പ്രോമിസ്ഡ് ആണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 15-20 മിനിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, വരാൻ തയ്യാറായിരിക്കും. ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, നിങ്ങളെ മനസ്സിനെയും ശരീരത്തിനെയും പ്രായം എത്രയാവട്ടെ, 70, 80 ആവട്ടെ, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റീജുവിനേറ്റ്, രണ്ടാമത് പുനഃസ്ഥാപിച്ചു, രണ്ടാമത് റീജുവിനേഷൻ നിങ്ങൾക്ക് നിങ്ങളെ വീണ്ടും നിങ്ങളെ എന്ത് യുവത്വത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മാന്ത്രിക മരുന്ന് തന്നെയാണിത്. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മൾക്കോട് അടുത്ത പ്രദേശത്തുകാരാണ്. ഇനിയും വരണമെങ്കിൽ നമുക്ക് വരാവുന്നതാണ്. ഈ വൈകിയ വേളയിൽ ഇനിയിപ്പോൾ ഒരു പ്രസംഗമോ ആ സൂക്ഷ്മ എല്ലാവർക്കും ആ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ഒഴിവുപോലെ ഒരു ദിവസം നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് കാണാൻ വരുന്നത് അതായിരിക്കും ഒന്നുകൂടി നന്നാവും തോന്നുന്നു. മണിവൈരം നാണിക്യം മരതടവും നാണിക്യം മതിയഴകായി മേവുന്ന മതിമുകിയാണ് അവളുടെ മധുരിതം പേരാണ് ഹുസ്നുൽ ജമാലേ മഹാസീനെന്ന് മഹിമയളും സുൽത്താന മരമഴവില്ലായിട്ടൊരു കനിമോള് അവളുടെ മധുമുഴുകും പേരാണ് ഹുസ്നുൽ ജമാലേ മഹിൽ മഹാസീനെന്ന് മഹിമയളും സുൽത്താന മലർമഴവില്ലായിട്ടൊരു കനിമോള് അവളുടെ മധുമുഴുകും പേരാണ് ഹുസ്നുൽ ജമാലേ. Ready? Start. 1